Hello everyone, welcome to Q3 World. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കേക്ക് ഡെക്കറേഷൻ ആണ്. വളരെ ഈസി ആയിട്ടും എന്നാൽ കാണാൻ നല്ല സ്റ്റൈലിഷും ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് കാണാം. വയലറ്റ് കളേഴ്സിന്റെ രണ്ട് ഷെയ്ഡ്സിലാണ് നമ്മൾ ഇന്നത്തെ കേക്ക് ഡിസൈൻ ചെയ്യുന്നത്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു ഫ്ലാറ്റ് സർഫേസിലേക്ക് ഓരോരോ സ്പൂൺ വിപ്പിംഗ് ക്രീം നമ്മൾ രണ്ട് സൈഡിലായിട്ട് വെച്ച് കൊടുക്കുകയാണ്. വയലറ്റ് കളർ യൂസ് ചെയ്യാതെയാണ് നമ്മൾ വയലറ്റ് കളർ ഉണ്ടാക്കിയത്. അതെങ്ങനെയാണെന്ന് നോക്കാം. രണ്ട് പോർഷനാക്കി മാറ്റി വെച്ച വിപ്പിംഗ് ക്രീമിൻ്റെ ആദ്യത്തെ പോർഷനിലേക്ക് 2 ഡ്രോപ്സ് പിങ്കും മറ്റേ പോർഷനിലേക്ക് 1 ഡ്രോപ്പ് പിങ്ക് കൂടി ആഡ് ചെയ്യാം. ഇനി ചേർക്കാൻ പോകുന്നത് ബ്ലൂ കളറാണ്. രണ്ട് പോർഷനിലേക്കും ഓരോരോ ഡ്രോപ്പ് ബ്ലൂ കളർ കൂടെ ആഡ് ചെയ്ത് നന്നാക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം ആദ്യത്തെ പോർഷനിൽ നല്ലൊരു പേർപ്പിൾ നല്ലൊരു വയലറ്റ് കളറായിട്ട് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പം നമ്മുടെ കയ്യിൽ വയലറ്റ് കളർ ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിങ്കും ബ്ലൂവും കൂടെ മിക്സ് ചെയ്താൽ നല്ല വയലറ്റ് കളർ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ അടുത്ത പോർഷനും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. ഈ ഒരു സൈഡിൽ നമ്മൾ ഓരോരോ ഡ്രോപ്പാണ്, ഒരു ഡ്രോപ്പ് പിങ്കും ഒരു ഡ്രോപ്പ് ബ്ലൂവും ആണ് ആഡ് ചെയ്തത്. അപ്പോൾ തന്നെ കുറച്ചുകൂടെ ഡാർക്കായിട്ടുള്ള ഒരു ബ്ലൂ കൂടുതലുള്ള ഒരു വയലറ്റ് കളറാണ് കിട്ടുന്നത്. ബ്ലൂ അല്ല, ഇതൊരു ഡാർക്ക് വയലറ്റ് കളറായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മുടെ പ്രൊപ്പോർഷനിൽ കൂടുതൽ ബ്ലൂ ചേർക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഡാർക്ക് കളറായിട്ട് കിട്ടും. പിങ്ക് കൂടുതലായാൽ നല്ല ലൈറ്റ് ഷെയ്ഡിലുള്ള വയലറ്റും കിട്ടും. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് കേക്കിൽ അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. നന്നായി ഐസിങ് ചെയ്ത ഒരു കേക്കാണിത്. ഒരു പാലറ്റ് നൈഫ് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഡെക്കറേഷൻ ചെയ്തത്. നമുക്ക് പാലറ്റ് നൈഫിന് പകരം ഒരു സ്പൂൺ യൂസ് ചെയ്തിട്ടും ഇതേപോലെ ചെയ്തെടുക്കാം. പാലറ്റ് നൈഫിൽ നമ്മൾ എടുത്തു വെച്ച ലൈറ്റ് കളറിലുള്ള വയലറ്റ് കളർ കുറച്ചായിട്ട് ഇങ്ങനെ കേക്കിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഞാനിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. ചെറുതായിട്ട് ഇങ്ങനെ തൊട്ട് കൊടുക്കാം. ഇതൊരു സ്പൂൺ വെച്ച് ചെയ്താലും നമുക്ക് ഇതേ ഡിസൈനിൽ തന്നെ കിട്ടും. നിങ്ങളുടെ കയ്യിൽ പാലറ്റ് നൈഫ് ഇല്ലെങ്കിൽ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. കുറച്ച് ഭാഗങ്ങളിൽ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കേണ്ടത്. ആ ഗ്യാപ്പിൽ നമ്മൾ ഡാർക്ക് കളറിലുള്ള നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ ഫില്ലായിട്ട് ഇത് ചെയ്യരുത്. കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് ഈ സൈഡിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. അങ്ങനെ ഫുൾ റൗണ്ട് ജസ്റ്റ് ഞാനിങ്ങനെ ഒന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എടുക്കാനുള്ളത് സെക്കൻഡ് കളറായിട്ടുള്ള ഡാർക്ക് കളറാണ്. അതുകൂടെ ഇതേപോലെ തന്നെ ആദ്യം ചെയ്തതിൻ്റെ തൊട്ടടുത്തായിട്ടും സൈഡിലും ഗ്യാപ്പിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടാകും എവിടെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്ത രണ്ട് കളേഴ്സിൻ്റെയും കോമ്പിനേഷൻ കാണുന്ന രീതിയിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു റൗണ്ടും കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു പാലറ്റ് നൈഫ് ടെക്നിക്കാണ് ഇത്. നമ്മൾ കഴിഞ്ഞു. കേക്കിന് ഒന്നുകൂടി ഭംഗി കിട്ടാൻ വേണ്ടി ഞാൻ കുറച്ച് ഗോൾഡൻ ഡസ്റ്റിൽ ഒരു 2-3 ഡ്രോപ്സ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഡാർക്ക് കളേഴ്സിലുള്ള പാലറ്റ് നൈഫിൽ നമ്മൾ വെച്ചിട്ടുള്ള ഡാർക്ക് കളേഴ്സുള്ള വയലറ്റിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാ ഡാർക്ക് കളേഴ്സിനും ചെയ്യണമെന്നില്ല. ഓൾട്ടർനേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ എടുത്ത് കാണിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. ഞാൻ കുറച്ചുകൂടി വയലറ്റ് കളറിലുള്ള ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊരു സ്റ്റാർ നോസിലിട്ട പൈപ്പിംഗ് ബാഗിലാക്കി ഇതേപോലെ പൈപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. 1M എന്ന നമ്പറിലുള്ള സ്റ്റാർ നോസിലാണ് എടുത്തിട്ടുള്ളത്. സൈഡിൽ കുറച്ച് ഗോൾഡൻ ഡെക്കറേഷൻ ചെയ്തതുകൊണ്ട് മേലെ കുറച്ച് ഗോൾഡൻ സ്പ്രിങ്കിൾസ് കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ കേക്കിലെ വർക്കൊക്കെ കഴിഞ്ഞു. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതേപോലെ തന്നെ ഞാനൊരു സ്ക്വയർ കേക്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കേക്കും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.